The country's total geographical area under the category of wetlands is recorded more in Gujarat as compared to other state. ഈ നമ്പർ ഓഫ് വെറ്റ്ലാൻഡ്സ് അല്ല ചോദിച്ചിരിക്കുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്പർ ഓഫ് വെറ്റ്ലാൻഡ്സ് അല്ല ചോദ്യം. എന്താ ചോദിച്ചിരിക്കുന്നത്? ഏരിയ വൈസ് ഏറ്റവും കൂടുതൽ വെറ്റ്ലാൻഡ് ഗുജറാത്തിലാണോ എന്നാണ് ചോദ്യം. ആവാം, ആവാണ്ടിരിക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ചോദ്യം, ഇൻ ഇന്ത്യ total geographical area of coastal wetland is larger than that of inland wetland. So we have two types of wetland. Coastal wetland like Rann of Kutch, inland wetlands are also there. ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏതാണുള്ളത്? ഇൻലൻഡ് ആണോ കോസ്റ്റൽ ആണോ? ഇൻലൻഡ് ആയിരിക്കും അല്ലേ? കാരണം യു പിയിലുണ്ട് വെറ്റ്ലാൻഡ്, ബീഹാറിലുണ്ട് വെറ്റ്ലാൻഡ്, ഇവിടെ എല്ലാം നമ്മൾ ഒരുപാട് വെറ്റ്ലാൻഡ്. അത് നമ്മുടെ ഒരു കോമൺ സെൻസ് ആണ് അല്ലേ? വെറ്റ്ലാൻഡ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. റംസാർ സൈറ്റ്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എല്ലാ വർഷവും സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറന്റ് എന്ത് ചെയ്തിട്ടേ പോവുള്ളൂ? ന്യൂ വെറ്റ്ലാൻഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കി വെറ്റ്ലാൻഡിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ക്വസ്റ്റ്യൻ എക്സാം ഹോളിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. അല്പം ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് എന്ന് കണ്ടാലേ മനസ്സിലായി. ഫൈൻ. നൗ വാട്ട് വിൽ ബി ഡു വിത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? ദ കൺട്രീസ് ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ ഏറ്റവും കൂടുതൽ ഗുജറാത്തിലാണോ? The answer for this question is A. Now ഇവിടെ ഒരു ട്രിക്ക് നമുക്ക് ഉപയോഗിക്കാം. ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ അണ്ടർ വെറ്റ്ലാൻഡ്, ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ ഓഫ് കോസ്റ്റൽ വെറ്റ്ലാൻഡ്. ഇതിനെയാണ് നമ്മൾ പറഞ്ഞ സിമിലർ സ്റ്റേറ്റ്മെന്റ് ട്രാപ്പ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ അറിയില്ല. വി ഡോണ്ട് നോ ഹൗ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കണ്ടന്റ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കൊരു അപ്രോച്ച് ഉപയോഗിക്കണം. നമ്മൾ അറ്റൻഡ് ചെയ്യണം. സോ ക്യാൻ സി സിമിലർ വേർഡിങ് ഇൻ ടു സ്റ്റേറ്റ്മെന്റ്. Total geographical area under the category of wetlands, total geographical area of coastal wetlands. അപ്പൊ അതിൽ ഒരെണ്ണം ശരിയും ഒരെണ്ണം തെറ്റുമാണ് എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. അതിൽ ഒരെണ്ണം തെറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, പിന്നെ മറ്റേത് ശരി. റയർലി ആണ് ഡി വരിക. മനസ്സിലായോ? ഇനി ചിലപ്പോൾ ഇതിന്റെ ആൻസർ ഡി ആണെന്ന് വെച്ചോ, ദാറ്റ് ഡസന്റ് മാറ്റർ. കാരണം എന്തുകൊണ്ടാ? എല്ലാവരും എന്ത് ചെയ്യും? എ അടിക്കും. അപ്പൊ അത് കട്ട് ഓഫിനെ ഡിറ്റർമൈൻ ചെയ്യില്ല. ക്ലിയർ?